സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലാണ് മുറിവുള്ളത്. മറ്റു മുറിവുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ ആട്ടിൽ പറ്റിയ ചില മുറിവുകൾ വിളിച്ചാൽ പിന്നെ ശരീരത്തിൽ അങ്ങനെ ബലപ്രയോഗം നടത്തിയതായിട്ട് യാതൊരു ലക്ഷണവും. ഇയാളുടെ വലത്തെ തുടയിൽ നിന്നുള്ള ബ്ലീഡിങ്ങിൽ നിന്നാണ് നവീൻ മരിച്ചിരിക്കുന്നത്. കൊലയാളിക്ക് നല്ല മെഡിക്കൽ നോളജ്, എസ്പെഷ്യലി anatomical knowledge is accurate. But in my reading, I have the practical experience for what do you mean? See, ഈ ഇൻഫെക്ഷൻ താഴേക്ക് പോകുന്നത് സ്ലാൻഡിംഗ് ആണ്. സ്ലാൻഡിംഗ് എല്ലാവർക്കും ഒരു ഇൻഫെക്ഷൻ ഇടാം. It needs practical experience, which apparently he doesn't have. So, it's a number 11 scalpel, both pointing and piercing. നമ്മുടെ സർജൻസ് ആഴത്തിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്കാൽപ്പൽ. Normally have this scalpel, birthday card, accident ഉണ്ടാക്കാൻ. Kind of strange, അല്ലേ? ഹോസ്പിറ്റലിലെ CCTV അല്ല യൂസിൽ നടത്താൻ. ഇത് തട്ടക്കര പാലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിലെ വിഷ്വൽസാണ്. പാലം കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ പമ്പ്. നവീന്റെ ഫോൺ ഓഫായ ടൈം ഓഫ് ആക്സിഡന്റ് ആയി കണക്കാക്കിയാൽ ഏകദേശം 12ഓളം പാലങ്ങളാണ് അതുവഴി കടന്നുപോയിട്ടുള്ളത്. നവീന്റെ ബൈക്ക് തിരിച്ചു വെച്ച് പ്രശ്നങ്ങളില്ലാതെ പോകാൻ മാത്രം വലുപ്പത്തിലുള്ള 8 വണ്ടികൾ വന്നിട്ടുണ്ട്. ഈ കൊലയോയും ലോറിയും നവീന്റെ പുതിയ മൊബൈലിലുള്ള ഡാറ്റ റിക്കവർ ചെയ്യണം. Get all the necessary help. ഈ പാലത്തിൽ ആക്സിഡന്റ് നടന്നപ്പോൾ അസ്വാഭാവികമായിട്ട് അതിന് കാണുകയെ ശ്രദ്ധ ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട നവീന്റെ ഫോൺ റെക്കോർഡ്സ് ആൻഡ് കോളിൽ എല്ലാം നോക്കി. ആർട്ടിഫിഷ്യൽ പ്ലേറ്റിംഗ് ആയിരുന്നു കൊടുത്താൽ സംശയിക്കാനായിട്ടൊന്നുമില്ല. പറയത്തക്ക ശത്രുക്കളാരുമില്ലാത്ത IT പ്രൊഫഷണലായിട്ടുള്ള ചെറുപ്പക്കാരൻ ദുരൂഹമായ സാഹചര്യത്തിൽ ഇതാ നർത്തകിയുടെ പണിയാ. ഇവയും പിള്ളേരൊക്കെ അംഗീകരിക്കുക. ഇവര് ബോധം വന്ന ആ സാധനം ഇൻഫോം ചെയ്യാം. അവരെ മൊഴികൾ തീർച്ചയായും കൊണ്ടിട്ട് അവരൊക്കെ വന്നു മടുത്തു. ഇതൊക്കെ തന്നെയല്ലേ ഇവന്റെ സ്ഥിരം പരിപാടി.
happened, my dear? Movement to stand. മുരുകന്റെ സ്ഥലം വേറെ ആണെന്നുള്ള വ്യത്യാസമാണ്. ഇയാളുടെ ബർത്ത്ഡേ ഇന്ന് ആയിരിക്കാൻ വഴിയില്ല. അതിൽ ഹാപ്പി ബർത്ത്ഡേ മാത്രം You're right, sir. I lied for her and I lied about it. ആത്മഹത്യകൾക്കുള്ള ഒരു വിഷയം ഡിഫറെന്റ് ബോഡി ലാംഗ്വേജ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഡേ. യെസ് സർ. ഇയാൾ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അന്ന് ആ പെട്രോൾ പമ്പിലെ CCTV പറഞ്ഞത് ഇതേപോലെ തന്നെയായിരിക്കും. നവീൻ അടിച്ചതും ഇതേപോലെ തന്നെയായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ടുള്ള വണ്ടികളിലൊന്നും ഏറ്റവും കോമൺ ആയിട്ടുള്ള നിറവുമാണത്. സ്പീഡാണ്. ആരെങ്കിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കാർഡുകളും കവിതാ ശൈലങ്ങളും വഴി കില്ലേഴ്സ് നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ഡീപ് ആൻഡ് ട്രസ്റ്റ്. ആരാണ് ഈ കരിമൂലക്കൻ രാഘവൻ? എന്തിനാണ് സാറേ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാനാവുന്നത്. ആര് കൊടുക്കാൻ എന്തോന്ന് ചോദിച്ചാൽ എന്താ കാര്യം? സജിമോന്റെ ഇടപാടുകളെ കുറിച്ച്